ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ 15ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ അവസാനത്തെ ഭാഗമാണ്. അതായത് ഫ്രീക്വൻസി ടേബിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, വിഭാഗ പട്ടികകൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. പേജ് നമ്പർ 241 ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ദ ടേബിൾ ബിലോ ഷോസ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ഗ്രൂപ്പ് അക്കോർഡിംഗ് ടു ദെയർ ഹൈറ്റ്സ്. ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മീൻ ഹൈറ്റ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ടേബിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 148 സെന്റിമീറ്റർ മുതൽ 152 സെന്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ള 8 കുട്ടികളുണ്ട്. 152 സെന്റിമീറ്റർ മുതൽ 156 സെന്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ള 10 കുട്ടികളുണ്ട്. അങ്ങനെയാണ് ഇതിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഓരോ കുട്ടികളുടെയും ഹൈറ്റ് ഇത്രയാണ് എന്ന് പറയുന്നില്ല. പകരം 8 കുട്ടികൾക്ക് ഈ 148ന്റെയും 152ന്റെയും ഇടയിലാണ് ഹൈറ്റ് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇതിനാണ് നമ്മൾ വിഭാഗ പട്ടിക അഥവാ ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ ഈ ഹൈറ്റിന്റെ ഏകദേശം മിഡിൽ വരുന്ന വാല്യൂ എടുക്കും. ഇപ്പം 148ന്റെയും 152ന്റെയും ഇടയ്ക്ക് വരുന്ന കറക്റ്റ് മിഡിലിൽ വരുന്ന വാല്യൂ എടുക്കുക. അതായത് 150 ആ 150നെ നമുക്ക് ക്ലാസ് മാർക്കായിട്ട് എഴുതാം. അപ്പോൾ അടുത്ത കോളം വരയ്ക്കേണ്ടത് ക്ലാസ് മാർക്കാണ്. ഇവിടെ നമ്മൾ ഒരു ഏകദേശ മിഡിലാണ് എടുക്കുന്നത്. ഏകദേശം മിഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഒരു ആവറേജ് ആണ്. അപ്പൊ ഇവിടെ 148ന്റെയും 152ന്റെയും ഇടയ്ക്ക് 8 കുട്ടികളെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഓരോരുത്തരുടെ ഹൈറ്റ് സെപ്പറേറ്റ് അറിയത്തില്ലാത്തതുകൊണ്ട് നടുക്കുള്ള കറക്റ്റ് മിഡിലിൽ വരുന്ന 150 ആണല്ലോ. ആ 150 ആണ് ഓരോരുത്തരുടെയും ഹൈറ്റ് എന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ 8 കുട്ടികളുണ്ട്. ആ 8 കുട്ടികൾക്കും ഓരോരുത്തർക്കും 150 വെച്ചിട്ടാണ് എന്ന് എടുക്കുക. അപ്പൊ 152ന്റെയും 156ന്റെയും മിഡിലിൽ വരുന്നത് 154 ആണ്. അടുത്ത 156ന്റെയും 160യുടെയും മിഡിലിൽ വരുന്നത് 158, 160യുടെയും 164ന്റെയും മിഡിലിൽ വരുന്നത് 162, 164ന്റെയും 168ന്റെയും മിഡിലിൽ വരുന്നത് 166. ഇപ്പൊ 8 കുട്ടികൾക്കാണ് ഈ മീൻ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെ കാണാം? അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 8 × 150 ആണ്. ഇവിടെ 10 × 154, ഇവിടെ 15 × 158, ഇവിടെ 10 × 162, ഇവിടെ 7 × 166. ഇനി ഇതെല്ലാം കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ ഹൈറ്റ് കിട്ടും. ഇവിടെ ടോട്ടൽ ഹൈറ്റ് കിട്ടും. അതേപോലെ നമ്പർ ഓഫ് ചിൽഡ്രൻ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രനും കിട്ടും. അതിൽ നിന്ന് നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ 8 × 150 ചെയ്യുമ്പോൾ 1200 കിട്ടും. 10 × 154 എന്ന് പറഞ്ഞാൽ 1540. ഇനി 15 × 158 2370. ഇവിടെ 1620. 7 × 166 എന്ന് പറഞ്ഞാൽ 1162. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 7892 എന്ന് കിട്ടും. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രനും കൂടെ വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ 50 എന്ന് കിട്ടും. ഇനി മീൻ കണ്ടുപിടിക്കുന്ന എങ്ങനെ? മീൻ ഹൈറ്റ് അഥവാ ഉയരത്തിന്റെ മാധ്യം, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉയരത്തിന്റെ മാധ്യം കാണുന്ന എങ്ങനെ? ടോട്ടൽ ഹൈറ്റിനെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 7892നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 157.84 എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ നമുക്ക് ഹൈറ്റ് ആണല്ലോ, മീൻ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ സെന്റിമീറ്ററിൽ കിടക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. പേജ് നമ്പർ 242 രണ്ടാമത്തെ ചോദ്യം. ഇവിടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ ടേബിൾ ബിലോ ഷോസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ് ഇൻ എ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ഓൺ ദെയർ ഏജസ്. കാൽക്കുലേറ്റ് ദ മീൻ ഏജ് ഓഫ് ദ ടീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ ഞാൻ ടേബിൾ വരച്ചിട്ടുണ്ട്.
ഇപ്പം നമുക്ക് ആദ്യം കാണേണ്ടത് ക്ലാസ് മാർക്കാണ്. ക്ലാസ് മാർക്ക് അഥവാ ഏജിൻ്റെ മീനാണ് കാണേണ്ടത്, വയസ്സിൻ്റെ മാധ്യം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന 25 മുതൽ 30 വയസ്സ് വരെ 6 ടീച്ചേഴ്സിനുണ്ട്. ഓരോരുത്തരുടെയും സെപ്പറേറ്റ് അറിയത്തില്ല. അപ്പം നമുക്ക് ക്ലാസ് മാർക്ക് ആദ്യം കാണണം, അല്ലെങ്കിൽ മീൻ ഏജ് എന്ന് എഴുതിയാലും മതി. ഇപ്പോൾ ക്ലാസ് മാർക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ 25-ൻ്റെയും 30-ൻ്റെയും കറക്റ്റ് മിഡിലിൽ വരുന്നത് 27.5 ആണ്. അതുപോലെ 30-യുടെയും 35-ൻ്റെയും മിഡിലായിട്ട് വരുന്ന 32.5, 35-ൻ്റെയും 40-യുടെയും മിഡിലിൽ വരുന്നത് 37.5, 40-യുടെയും 45-ൻ്റെയും മിഡിലിൽ വരുന്ന 42.5, 45-ൻ്റെ 50-യുടെയും മിഡിലിൽ വരുന്ന 47.5, 50-യുടെയും 55-ൻ്റെ മിഡിലിൽ വരുന്ന 52.5, 55-ൻ്റെയും 60-യുടെയും മിഡിലിൽ വരുന്ന 57.5. ഇനി ഈ മീൻ ഏജിനെ നമ്പർ ഓഫ് ടീച്ചേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഏജ് കിട്ടുന്നത്. ഇപ്പോൾ 6 ടീച്ചേഴ്സിനാണ് മീൻ ഏജ് ആയിട്ടുള്ള 27.5 വന്നിരിക്കുന്നത്. അപ്പോൾ 6 × 27.5 ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും കൂടെ ടോട്ടൽ ഏജ് കിട്ടും. അതേപോലെ ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യുക. 14 × 32.5 ചെയ്യുക, 18 × 37.5 ചെയ്യുക, പിന്നെ 20 × 42.5, 5 × 47.5, 4 × 52.5, 3 × 57.5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഏജ് കിട്ടും. ഇവിടെ നമ്പർ ഓഫ് ടീച്ചേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സും കിട്ടും. അപ്പോൾ 6 × 27.5 എന്ന് പറയുന്ന 165 ആണ്. അടുത്തത് 455 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഡെസിമൽ ഉള്ളതുകൊണ്ട് ഡെസിമൽ ഇല്ലാത്തതും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും ഡെസിമൽ ആക്കി എടുക്കുക. ഡെസിമലിന് ശേഷം 1 ഡിജിറ്റ് മതി. അപ്പോൾ പോയിന്റ് ഇട്ട് 0 ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ആഡ് ചെയ്യാനാകുമ്പോൾ എളുപ്പമുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. $2,765 എന്ന് കിട്ടി. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് കാണണം. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 70 കിട്ടി. ഇനി നമുക്ക് മീൻ ആണ് കാണേണ്ടത്, അഥവാ മീൻ ഏജ് ആണ് കാണേണ്ടത്. പ്രായത്തിൻ്റെ മാധ്യം ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി ആകെ പ്രായം, അതായത് 2765 ഡിവൈഡഡ് ബൈ ആകെ ടീച്ചേഴ്സിൻ്റെ എണ്ണമായ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 39.5 എന്ന് കിട്ടും. ഇതാണ് പ്രായത്തിൻ്റെ മാധ്യം അഥവാ മീൻ ഏജ്. നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്: ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ അക്കോർഡിംഗ് ടു ദെയർ വെയ്റ്റ് ഇസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. കാൽക്കുലേറ്റ് ദ മീൻ വെയ്റ്റ്. ഇവിടെ തന്നിരിക്കുന്ന ടേബിൾ ഇങ്ങനെ നീളത്തിലാണ് എഴുതിയിരിക്കുന്നത്. നമുക്കതിനെ താഴോട്ട് എഴുതി കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് തന്നിട്ടുണ്ട് കിലോഗ്രാമിൽ, നമ്പർ ഓഫ് ചിൽഡ്രനും തന്നിട്ടുണ്ട്. അതായത് 21 കിലോഗ്രാം മുതൽ 23 കിലോഗ്രാം വരെ 4 കുട്ടികൾക്കുണ്ട്, 23 കിലോഗ്രാം മുതൽ 25 കിലോഗ്രാം വരെ 7 കുട്ടികൾക്കുണ്ട്. അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലാസ് മാർക്ക് അഥവാ മീൻ വെയിറ്റ് കാണണം. 21-ൻ്റെയും 23-ൻ്റെയും കറക്റ്റ് നടുക്കിരിക്കുന്ന 22, 23-ൻ്റെയും 25-ൻ്റെയും മിഡിലിൽ വരുന്നത് 24, 25-ൻ്റെയും 27-ൻ്റെയും മിഡിലിൽ വരുന്ന 26, 27-ൻ്റെയും 29-ൻ്റെയും മിഡിലിൽ വരുന്ന 28, 29-ൻ്റെയും 31-ൻ്റെയും മിഡിലിൽ വരുന്ന 30, 31-ൻ്റെയും 33-യുടെയും മിഡിലിൽ വരുന്ന 32. ഇനി നമുക്ക് ടോട്ടൽ വെയിറ്റ് കാണണം.
ടോട്ടൽ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഇതിൽ നിന്ന് മനസ്സിലായത് എന്താ, ഈ 4 കുട്ടികൾക്ക് ആവറേജ് വെയിറ്റ് ആയിട്ട് വരുന്ന 22 കിലോഗ്രാം. അപ്പോൾ 4 കുട്ടികൾക്കും കൂടെ ടോട്ടൽ വെയിറ്റ് കാണാൻ വേണ്ടി 4 × 22 കാണുക. 7 സ്റ്റുഡൻസിന് 24 ആണ് ആവറേജ് വെയിറ്റ്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 26 ചെയ്യുക. 6 × 28 ചെയ്യുക. 3 × 30 ചെയ്യുക. 1 × 32 ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ വെയിറ്റും കിട്ടും, നമ്പർ ഓഫ് ചിൽഡ്രൻ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രനും കിട്ടും. അതിൽ നിന്ന് നമുക്ക് മീൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 754 എന്ന് വരും. ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 29 ആണ്. അപ്പം മീൻ വെയിറ്റ് കാണണം, അഥവാ ഭാരത്തിന്റെ മാധ്യം. അത് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ വെയിറ്റിനെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്പർ ഓഫ് ചിൽഡ്രൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 754നെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 26 എന്ന് കിട്ടും. ഇത്രയും കിലോഗ്രാം ആണ്. ഇതാണ് മീൻ വെയിറ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.